നെക്സ്റ്റ് സ്ട്രാസൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അൽഗോരിതമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് രണ്ട് മെട്രിക്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്നാണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് രണ്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത് നോക്കാം. അതായത് സ്ട്രാസൻസ് മൾട്ടിപ്ലിക്കേഷനകത്ത് ഫസ്റ്റ് എ എന്ന് പറയുന്നൊരു മെട്രിക്സ് ഉണ്ട്, ബി എന്ന് പറയുന്ന മെട്രിക്സ്, അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് സി എന്ന് പറയുന്നൊരു മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്നാണ് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഫോർമുലാസ് പറയുന്നത്. അതായത് ഫസ്റ്റ് ഇപ്പം C11 എന്ന് പറയുന്ന ഫസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ A11 ഇൻറ്റു B11 പ്ലസ് A12 ഇൻറ്റു B21. അതായത് അങ്ങനെ നമ്മൾ ഈ ഫോർമുലാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെട്രിക്സ് മൾട്ടിപ്ലൈ നമ്മൾ സാധാരണ രീതിയിൽ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ. ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ 1 3 5 7 2 4 6 8 രണ്ട് മെട്രിക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ്. അതായത് 1 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 6 ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിലെ സെക്കൻഡ് കോളം കണ്ടോ, ഫസ്റ്റ് കോളം കണ്ടോ, 1 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 6 അതാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ കിട്ടണമെന്നുണ്ടെങ്കിൽ 1 ഇൻറ്റു 4 പ്ലസ് 3 ഇൻറ്റു 8 കണ്ടോ, 5 ഇൻറ്റു 2 പ്ലസ് 7 ഇൻറ്റു 6 ആൻഡ് 5 ഇൻറ്റു 4 പ്ലസ് 7 ഇൻറ്റു 8. ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോ എടുക്കുമ്പം സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് കോളവുമായിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് 20 28. അതായത് ഇവിടെ നമ്മൾ 8 മൾട്ടിപ്ലിക്കേഷൻസും 4 അഡീഷൻസും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. 20 28 52 ആൻഡ് 76 ഇതാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പം ഇതിനെ നമുക്കൊന്ന് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PQRSTUV എന്ന് പറയുന്നത് വെച്ച് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളിതിന് ഓരോന്നിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർമുല ആണ് ഈ കാണിച്ചിരിക്കുന്നത്. A11 പ്ലസ് A22 ഇൻറ്റു B11 പ്ലസ് B22 കണ്ടോ, നമ്മൾ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർമുല ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഈ A11 A12 എന്ന് പറയുന്നത് നമ്മുടെ മെട്രിക്സിനകത്തെ A11 A12 ആൻഡ് A21 ഇൻറ്റു A22, അതായത് നമ്മുടെ മെട്രിക്സിനകത്തെ ഓരോ എലമെൻറ്റിനെയുമാണ് A11 A12 എന്നും A21 A22 എന്ന് കാണിച്ചേക്കുന്നത്. അപ്പോൾ റിസൾട്ടൻ്റ് മെട്രിക്സ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം PQRSTUV എന്ന് പറയുന്ന ഇക്വേഷൻസ് നമ്മൾ ഈ കറസ്പോണ്ടിങ് ഫോർമുലാസ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഫോർമുലാസ് നമ്മൾ യൂസ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മാത്രം കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, C11 C12 C21 C22 എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് C11 കണ്ടുപിടിക്കണമെങ്കിൽ P പ്ലസ് S മൈനസ് T പ്ലസ് V, C12 കണ്ടുപിടിക്കണമെങ്കിൽ R പ്ലസ് T, C21 കണ്ടുപിടിക്കണമെങ്കിൽ Q പ്ലസ് S ആൻഡ് C22 കണ്ടുപിടിക്കണമെങ്കിൽ P പ്ലസ് R മൈനസ് Q പ്ലസ് V. P പ്ലസ് ആർ മൈനസ് ക്യൂ പ്ലസ് യു ആണ് കേട്ടോ. അതായത് നമ്മൾ ഈ ഫോർമുലാസ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോന്നും നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് മെട്രിക്സിൻ്റെ റിസൾട്ടിങ് മെട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് നമ്മുടെ എന്ന് പറയുന്നത് 1 3 5 7 ആൻഡ് 2 4 6 8 ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ. ഇതിൻ്റെ അതായത് C12 എന്ന് പറയുന്ന എലമെൻറ്റ് കണ്ടുപിടിക്കണം, മെട്രിക്സിനകത്ത് C12 എന്ന് പറയുന്ന എലമെൻറ്റ് കണ്ടുപിടിക്കണമെന്നാൽ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം, R പ്ലസ് T എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യണം. അത് നമ്മുടെ റിസൾട്ടൻ മെട്രിക്സ് ആണ് C11 C12 C21 C ആൻഡ് 22. അപ്പോൾ ഇതിനകത്ത് C12 ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. C12 കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ R പ്ലസ് T എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യുക. അതിൽ ഫസ്റ്റ് R എന്ന് പറയുന്ന ഇക്വേഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ R എന്ന് പറയുന്ന ഇക്വേഷൻ കണ്ടുപിടിക്കുക, അതിനുശേഷം T എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ R എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്താണ്, A11 ഇൻറ്റു B12 മൈനസ് B22. ഇതാണ് R1 കണ്ടുപിടിക്കാനുള്ള ഫോർമുല. T കണ്ടുപിടിക്കാനുള്ള ഫോർമുല A11 പ്ലസ് A12 ഇൻറ്റു B22. അപ്പോൾ നമ്മൾ ആദ്യം R കണ്ടുപിടിക്കാം. ഓക്കെ, A11 ഇസിക്കൽ ടു 1 ആണ്. 4 മൈനസ് 8 1 ഇൻറ്റു മൈനസ് 4 ആണ്. ആറിൻ്റെ റിസൾട്ട് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, -4 ആണ്. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് T ആണ്. ടിയുടെ റിസൾട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് 1 പ്ലസ് 3 ഇൻറ്റു 8 3 പ്ലസ് 1 ഇൻറ്റു 4 ഇൻറ്റു 8 32. ഇനി C12 എന്ന് പറയുന്നത് R പ്ലസ് T ആണ്. അതായത് -4 പ്ലസ് 32 വിച്ച് ഈസ് ഈക്വൽ ടു 28. നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എത്രയാണ്, 28. നമ്മുടെ റിസൾട്ടൻ മൾട്ടിപ്ലിക്കേഷനകത്ത് നമുക്ക് ഓൾറെഡി C12 കിട്ടിയിട്ടുണ്ട്. അത് എത്രയാണ്, 28 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടി. ഇതുപോലെ നമുക്ക്